ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പവർ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് കൺസെപ്റ്റുകളാണ്. എന്താണ് പവർ ഇലക്ട്രോണിക്സ്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ മൂന്നായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഭാഗങ്ങളാണ് പവർ, ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ. എന്താണ് പവർ? ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ എന്നീ ഏരിയകളാണ് പവറിൽ ഉൾപ്പെടുക. എന്താണ് ഇലക്ട്രോണിക്സ്? സെമി കണ്ടക്ടർ ഡിവൈസുകളെയും അതിൻ്റെ സർക്യൂട്ടുകളെയും കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോണിക്സ്. എന്താണ് കൺട്രോൾ? ഒരു സോഴ്സിൽ നിന്നും ലോഡിലേക്കുള്ള കറണ്ട്, വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്ന ഏരിയയാണ് കൺട്രോൾ ഏരിയ. പവർ, ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഈ മൂന്ന് ഏരിയയുടെ ഒരുമിക്കലാണ്. വിവിധതരം പവർ ഇലക്ട്രോണിക്സ് ഡിവൈസിനെ കുറിച്ച് പരിചയപ്പെടാം. സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ SCR, ഡയാക് ബൈഡയറക്ഷണൽ ഡയോഡ് തൈറിസ്റ്റർ, ട്രയാക് ബൈഡയറക്ഷണൽ ട്രയോഡ് തൈറിസ്റ്റർ, SCS സിലിക്കൺ കൺട്രോൾ സ്വിച്ച്, LASCR ലൈറ്റ് ആക്ടിവേറ്റഡ് SCR, BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, N-channel MOSFET, IGBT ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ, GTO ഗേറ്റ് ടേൺ ഓഫ് തൈറിസ്റ്റേഴ്സ്. Then power electronic circuits. 1. Phase control rectifiers. 2. Choppers. 3. Inverters. 4th one cyclo converters. 5th one AC voltage controllers. Applications. വാഷിംഗ് മെഷീനിൽ വരുന്ന ലോഡ് അനുസരിച്ചിട്ട് നമുക്ക് വേരിയബിൾ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പവർ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. സിഗ്നിഫിക്കൻ്റ്ലി we can improve the energy efficiency, and the machine can run at lower speeds when washing small loads, can save electricity. Other applications: home appliances, aerospace, automotive, medical applications, security systems, telecommunications, transportations, utility systems. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.